നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ന ഗുരോരധികം തത്വം ന ഗുരോരധികം തവ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജ്ഞാനപാന അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം കർമ്മത്തെപ്പറ്റി ഗീതയിലെ കർമ്മയോഗം എന്ന അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതിനെപ്പറ്റി ഉദ്ധരിച്ചുകൊണ്ടും നാം കർമ്മത്തെപ്പറ്റി കവി പറഞ്ഞതിനെപ്പറ്റി ശ്രദ്ധിച്ചു. ഇന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം 2 വരികൾ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് 8 വരികളോളം ഉണ്ട് ഇന്നത്തെ സ്റ്റാൻസയിൽ, അതായത് 8ാമത്തെ സ്റ്റാൻസയിൽ. മുന്നമീ കണ്ട വിശ്വമശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി ഒന്നും ചെന്നങ്ങു തന്നോടു പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ ഒന്നൊന്നായി നനയ്ക്കും ജനങ്ങൾക്കു ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി ഒന്നിലുമറിയാത്ത ജനങ്ങൾക്കു ഒന്നുകൊണ്ടും തീരിയാത്ത വസ്തുവായി ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളതിൽ ഒന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒന്നിലുമൊരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ. ഈ 12 വരികളുണ്ട് ഈ സ്റ്റാൻസയിൽ. അത് അങ്ങനെ വരുന്നത് അത് ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്ന വരികളായതുകൊണ്ടാണ് ഇത്രയും വരി ഒരുമിച്ച് വന്നത്. ഇതിൽ ഭഗവാൻ പറയുന്നത് സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പ്, സൃഷ്ടി ആരംഭത്തിന് മുമ്പുള്ള കാര്യം തൊട്ടാണ് ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നത്. മുന്നമീ കണ്ട എന്ന് പറഞ്ഞാൽ മുന്നം സൃഷ്ടിക്ക് മുൻപ് എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. മുന്നമീ കണ്ട വിശ്വമശേഷവും എന്നല്ല തുടക്കം. സൃഷ്ടി ആരംഭത്തിന് മുമ്പായി പ്രളയ അവസരത്തിൽ ഇപ്പോൾ കാണപ്പെടുന്ന ഈ വിശ്വം മുഴുവനും, ഈ വിശ്വത്തിലുള്ള സകല ചരാചരങ്ങളും എല്ലാ വസ്തുക്കളും ഒന്നായി ചേർന്ന് പരമമായ ഒരു തേജോപുഞ്ചമായി തീർന്ന് സ്ഥിതി ചെയ്യുന്നു. മുന്നം എന്ന് കവി ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്ക് മുൻപ് എന്നാണ്. ഒന്നും തന്നെ ചെന്ന് പരമാത്മാവിൽ ലയിക്കുന്നില്ല. പരമാത്മാവ് ഒന്നിലും ചെന്ന് വലയുന്നുമില്ല. തന്നോട് എന്നതിൽ പറയുന്നത് പരമാത്മാവിനോട് എന്നാണ്. അങ്ങനെയുള്ള ഒന്നാണ് പരമാത്മാവ്. ഒന്നിലും ലയിക്കുന്നില്ല, ഒന്നിലും ചെന്ന് ചേരുന്നില്ല. അങ്ങനെയുള്ള ഒന്നാണ് പരമാത്മാവ് എന്നറിയാവുന്ന ജനങ്ങൾ, അറിയാവുന്ന നമ്മെപ്പോലുള്ള ആൾക്കാർ, മനസ്സിലാക്കിയവർ പരമാത്മാവ് ഒന്നിലും ചെന്ന് ലയിക്കുന്നില്ല, പരമാത്മാവ് ഒന്നിലും ചെന്ന് വലയുന്നുമില്ല എന്നറിയാവുന്നവർ യാഥാർത്ഥ്യം അറിയാതാകുന്നു. എന്നാൽ ആ പരമാർത്ഥം ഉള്ളിൽ ഉറയ്ക്കാത്തവർക്ക് ഒന്നും തിരിയാത്ത വസ്തുവാണ് പരമാത്മാവ്. ഈ പരമാത്മാവാകട്ടെ നിരൂപമമാണ്, ഒന്നിനോട് ഉപമിക്കാൻ കഴിയാത്ത ഒന്നാണ്. വേറൊന്നിനോട് ഒരിക്കലും പരമാത്മാവിനെ ഉപമിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ആ പരമാത്മാവ് ഓരോ ജന്തുവിലും ഓരോ ജീവാത്മാവായി വർത്തിക്കുന്നു. നമ്മുടെ എല്ലാം ഉള്ളിൽ ആ പരമാത്മാവുണ്ട്. ഓരോ ജന്തുവിലും ജീവാത്മാവായിട്ട് വർത്തിക്കുന്നു. ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കുക. പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ആ പരമാത്മാവിന് ഒന്നിനോടും ബന്ധം ഉണ്ടാകുന്നില്ല. ഈ രീതിയിലാണ് ഈശ്വരൻ പ്രപഞ്ച സൃഷ്ടി നടത്തിയിട്ടുള്ളത്. എന്നാൽ പരമാത്മാവ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ, ജീവാത്മാവായിട്ട് ഓരോ ജീവിയുടെ ഉള്ളിലും ഉണ്ട്. പക്ഷേ പരമാത്മാവിന് ഒന്നിനോടും ഒരു ബന്ധവുമില്ല. അവിടെയാണ് ഈശ്വര സൃഷ്ടിയുടെ, പ്രപഞ്ച സൃഷ്ടിയുടെ മഹത്വം.
നാം മനസ്സിലാക്കേണ്ടത്. പ്രളയാവസരത്തിൽ ഓരോ ജീവനും സ്വസ്വകർമ്മങ്ങളിലൂടെ അവനവൻ്റെ കർമ്മങ്ങളിലൂടെ കൂടി തന്നെ മറ്റുള്ളവരുമായി കൂടിച്ചേർന്ന് പരമാത്മാവിൽ ലയിക്കാതെ ആ ഒരു തേജോ പുഞ്ചമായി സ്ഥിതി ചെയ്യുന്നു. പ്രളയാനന്തരം തൻ്റെ കർമ്മഫലമനുസരിച്ച് വീണ്ടും ജന്മങ്ങൾ സ്വീകരിച്ച് ജനന മരണചക്രത്തിൽ ഉഴലുവാൻ തുടങ്ങുന്നു. കഴിഞ്ഞ ദിവസവും അതിന് മുമ്പിലുള്ള ദിവസവും പറഞ്ഞ സംസാര ചക്രത്തിൽ ഉഴലുന്നതിനെ പറ്റി അതിൻ്റെ വിശദീകരണമാണ് എങ്ങനെയാണ് വന്നു ചേരുന്നത് എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഒരംശം കൊണ്ട് മായയെ ആശ്രയിച്ച് പരബ്രഹ്മം തന്നെയാണ് സാക്ഷിയെന്നും ഈശ്വരനെന്നും പറയപ്പെടുന്നത്. ഒരംശം കൊണ്ട് മായയെ ആശ്രയിച്ച് പരബ്രഹ്മം തന്നെയാണ് സാക്ഷി, സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് എല്ലാത്തിനും സാക്ഷിയെന്നും ഈശ്വരനെന്നും പറയുന്നു. അങ്ങനെ മനോഹരമായൊരു വിശദീകരണമാണ് കവി ഈ സ്റ്റാൻസയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. മായാവികാരങ്ങളായ വിഭിന്ന ഉപാധികളിൽ പ്രതിഫലിച്ച് ബ്രഹ്മം തന്നെയാണ് ജീവൻ, പരബ്രഹ്മം തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ പറഞ്ഞതാണ്. മായാവികാരങ്ങളായ വിഭിന്ന ഉപാധികളിൽ പ്രതിഫലിച്ച് ബ്രഹ്മം തന്നെയാണ് ജീവൻ. ഭഗവാൻ ഒന്നിനോടും ബന്ധമില്ലാത്തതിനാൽ സാക്ഷി എന്നാണ് പറയപ്പെടുന്നത്. കാരണം പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നെങ്കിലും ഒന്നിനോടും ബന്ധമില്ല. അതുകൊണ്ടാണ് പരമാത്മാവ്, ഈശ്വരൻ സാക്ഷി, ഭഗവാൻ തന്നെ സാക്ഷി എന്ന് നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പറയാറില്ലേ. എല്ലാം ഈശ്വരൻ തന്നെ സാക്ഷിയെന്ന്. അതാണ് ഈ പറയുന്നത്. ഭഗവാന് സാക്ഷി എന്ന് പറയാം, ഒന്നിനോടും ബന്ധമില്ല. നാരായണീയത്തിൻ്റെ 5-ാം ദശകത്തിലെ 4-ാം ശ്ലോകത്തിലും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നാരായണീയം കൈവശമുള്ളവർ 5-ാം ദശകത്തിൻ്റെ ആ 4-ാം ശ്ലോകം എന്നിടത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അത് തുടങ്ങുന്നത് മായാസന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ എന്ന് തുടങ്ങുന്ന ശ്ലോകം 5-ാം ദശകത്തിൻ്റെ 4-ാം ശ്ലോകമാണ്. ഇതേ കാര്യം തന്നെയാണ് നാരായണത്തിലും പറഞ്ഞിരിക്കുന്നത്. എല്ലാം സത്യമാണ്, നാം അത് മനസ്സിലാക്കുക. പ്രപഞ്ചം മുഴുവൻ ഈശ്വരനുണ്ട്, സകല ചരാചരങ്ങളിലും ഈശ്വരൻ കുടികൊള്ളുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി ജീവിക്കുന്നവർക്ക് ഭഗവാന്റെ കാരുണ്യവും കടാക്ഷവും എപ്പോഴും ഉണ്ടാകും എന്ന് മനസ്സിലാക്കി അഹം ബ്രഹ്മാസ്മി, പരമാത്മാവും ജീവാത്മാവും ഒന്നാണ്. അഹം ബ്രഹ്മാസ്മി, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. എല്ലാവർക്കും ഇച്ചിരി സുദീർഘമായി പോയി, മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. സാധാരണ നമ്മൾ 5 മിനിറ്റിനകത്ത് ഇതിൻ്റെ വിവരണം പറഞ്ഞത് ഇപ്പം 8 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, എല്ലാവർക്കും ഗുരുപാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശാന്തിയും സമാധാനവും നിറഞ്ഞ സന്തോഷപൂർണ്ണമായ ദിവസം സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നേക്ക് ഇവിടെ വാങ്ങുന്നു. നമുക്ക് നാളെ അടുത്ത വരികളുമായി കാണാം. ജ്ഞാനപാനാമൃതത്തിൻ്റെ ശുഭസുദിനം.